അപ്പോൾ പറയും പ്രസവിച്ചു, സുഖപ്രസവമാണ്. പെണ്ണുങ്ങൾ കേൾക്കേണ്ട, അവർ പറയുന്നത് സുഖപ്രസവം, വേദനയുള്ള പ്രസവമല്ലേ അത്. പക്ഷേ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതോടുകൂടെ ഉമ്മയുടെ കാലിന്റെ കീഴിലേക്ക് സ്വർഗത്തെ വെച്ചു കൊടുക്കുന്നു അല്ലാഹു എന്ന് ആലോചിക്കുമ്പോൾ ആ വേദനകളല്ലാതായി മാറുകയാണ്. അതുവരെ ഉമ്മ എന്ന് വിളിക്കപ്പെടാത്ത ഒരു സ്ത്രീ പ്രസവത്തോടുകൂടെ ഉമ്മ എന്ന് വിളിക്കപ്പെടുകയാണ്. ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ. ഉമ്മയുടെ അരികത്ത് നീ പോ. ഉമ്മയെ ഒറ്റക്കാക്കി യുദ്ധത്തിന് പോയി അള്ളാഹ്ക്ക് വേണ്ടി വീരമൃത്യു വരിച്ചു എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നതിന് പകരം ആ ഉമ്മാക്ക് താങ്ങും തണലുമായി നീ ജീവിക്ക്. അതാണ് നിന്റെ ജിഹാദ് എന്ന് പഠിപ്പിച്ചു വിട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരേ ഒരു മകനാ. ആ മകൻ പറഞ്ഞു ഞാൻ യുദ്ധത്തിന് വരാൻ. ആരൊക്കെ വീട്ടിലുണ്ട്? ഉമ്മ ഉണ്ട്. നിന്റെ ജ്യേഷ്ഠൻ അനിയനോ ആരെങ്കിലും ഉണ്ടോ? ഉപ്പയുണ്ടോ? ആരുമില്ല. ഉമ്മ ഒറ്റയ്ക്കാ. അപ്പൊ നീ ഒരു മകനേ ഉള്ളൂ, ഞാനൊരു മോനേ ഉള്ളൂ. യമനെന്ന് വന്നതാ. ഒരു 700 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന്, 1000 കിലോമീറ്ററിന്റെ ഒക്കെ ദൂരത്ത് നിന്ന് വന്ന മനുഷ്യനാ. തിരിച്ചുപോ, യമനിലേക്ക് പോ. നിന്റെ ഉമ്മയുടെ കാലിന്റെ താഴെയാണ് സ്വർഗം. ഈ യുദ്ധക്കളത്തിൽ നീ അന്വേഷിക്കുന്ന സ്വർഗം നിനക്കത് കിട്ടൂല. കാരണം നിന്റെ ഉമ്മക്ക് നീ ഒരു മോനേ ഉള്ളൂ. നീ നിന്റെ ഉമ്മയെ പോയി നോക്ക്. ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ. സ്വർഗം ആ ഉമ്മയുടെ കാലിന്റെ കീഴിലാണ് എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ ഒരു മാതൃത്വത്തിന്റെ മഹത്വം കൊണ്ട് അലങ്കരിച്ചില്ലേ വിശുദ്ധ ഇസ്ലാം.